അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള കോൺവോൾ എന്ന് പറയുന്ന ഏരിയയിൽ സെയിൻറ്റ് ഐവ്സ് എന്ന് പറയുന്ന ഒരു വെരി ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ നല്ല സാൻഡി ബീച്ചാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നും നാളെ അവധി ആയത് കാരണം നമ്മൾ വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. നമ്മൾ താമസിക്കുന്ന അടുത്തുനിന്ന് ഒരു 5 hours ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നു, പക്ഷേ എത്തിച്ചേർന്ന് ഇവിടെയാണ്. ഇവിടെ വെച്ച് നമ്മൾ കുറേ മലയാളികളെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെയിൻറ്റ് ഐവ്സ് ടൗണിലോട്ട് നടന്ന് പോകാൻ പോവാണ്. ഈ ബീച്ചിൻ്റെ അവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വൈകുന്നേരമായി, ഇനി ഒരുപാട് സമയമില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് പോകുമ്പോഴുള്ള ഇവിടുത്തെ ടൗൺ ഒന്ന് കാണിച്ചു തരാം നമ്മൾ. ഓക്കെ, വേറെ ആർ യു ചക്കി? Cornwall. What's the place name? Saint Ives. Saint Ives. Okay. ഇപ്പം നമ്മുടെ കയ്യിൽ മൈക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ കാറ്റിൻ്റെ ശബ്ദം വരുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത് കാരണമാണ് നമ്മൾ ബീച്ചിൽ നിന്ന് കയറിയത്. കാര്യം നല്ല കാറ്റുണ്ട്, നല്ല ഭംഗിയുള്ള ബീച്ചാണ്. പകൽ സമയത്തൊക്കെ വന്നു. ഇത് പകൽ സമയമാണ്, പക്ഷേ രാവിലെ ഒരു 10 മണിക്കും ഒരു 5 മണിക്കും ഇടയിലൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുവഴി ടൗൺ സെൻറ്ററിലോട്ട്, ഇതിൻ്റെ മുകളിലോട്ട് കയറുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ടൗൺ സെൻറ്ററിലോട്ട് നടക്കാം. നല്ല കടലിൻ്റെ ഇരമ്പം കേൾക്കാം ഇവിടെ നിന്നാൽ. ഫിഷിംഗ് ബോട്ടുകളാണ് ആ കിടക്കുന്നത് കണ്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് ഫിഷിംഗ് ബോട്ട്സാണ്. നല്ല ഏരിയൽ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എന്താ പറയുക, ഡ്രോൺ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് കിട്ടും കേട്ടോ. ഇവിടുത്തെ സെയിൻറ്റ് ഐവ്സിൻ്റെ നല്ല അടിപൊളി ഫോട്ടോസ് കിടപ്പുണ്ട്. നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം. എന്തോ I got, what's that plant that you blow and then make a wish? I don't know. Pollen. പോളനോ? Yeah, the pollen thing. ഓ കണ്ടോ, ട്രെയിൻ കിടക്കുന്നുണ്ടോ അവിടെ. ഗ്രേറ്റ് വെസ്റ്റേൺ ട്രെയിൻ കിടപ്പുണ്ട് അവിടെ. I got that. ഇത് നല്ലൊരു സ്ട്രീറ്റ്. ഇവിടുന്ന് വീണ്ടും ഫുൾ വ്യൂ ആണ് ഇവിടെ നിന്നുള്ള. കണ്ടോ, നല്ല സാൻഡി ബീച്ച്, നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ബീച്ചിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഒരേ സമയം എൻജോയ് ചെയ്യാൻ പറ്റും. സൺ ബെയ്ത്തിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം. ഇവിടുന്ന് പെൻസാൻസ് ഒരു less than 5 miles ഉള്ളൂ കേട്ടോ. Go and sort it out for me. I might do it myself. നല്ല ഗ്രീസിലൊക്കെ ഉള്ള പോലത്തെ വീടുകളല്ലേ. ഇതുപോലത്തെയുള്ള നാരോ സ്ട്രീറ്റുകൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഫ്രാൻസിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു. ഈ വിൻഡോസ് ഉണ്ടോ ശ്രദ്ധിച്ചു. നമ്മൾ ഗ്രീസിൽ പോയപ്പോഴത്തേക്ക് അവിടെ കണ്ടായിരുന്നു. പല കളറിലാണെന്നുള്ളതേ ഉള്ളൂ, വേറെ കളറായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. വീക്കെൻഡ് ആയത് കാരണം എല്ലാവരും രാവിലെയൊക്കെ വന്ന് നോക്ക്. ഇതടുത്ത വ്യൂ. അടുത്ത സ്ഥലത്തിന് വരച്ചു വെച്ചിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണ് നടക്ക്. ഗാലറിയാണ്. ഞാനിവിടെ വരുന്നത് 10
വർഷത്തിന് ശേഷമാണ് കേട്ടോ. നമ്മൾ 2015 ഫ്രണ്ട്സുമായിട്ട് വന്നെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ റെജി സ്റ്റീഫൻ പ്ലാനിക്കം പറമ്പിൽ, റെജി എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ പ്ലാനിക്കം പറമ്പിൽ, പിന്നെ അതുപോലെ തന്നെ ഫാദർ സജി, നമ്മൾ 3 പേരുടെ ഒരു ട്രിപ്പ് വന്നായിരുന്നു ഇവിടെ ട്രെയിനിൽ. ഇവിടെ വന്ന് ഒരു ഈവനിങ് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ സ്റ്റേ ചെയ്തത് ന്യൂഖിയിലാണ്. പക്ഷെ 10 വർഷമായി കേട്ടോ, ഇന്നലത്തെ പോലെ തോന്നുന്നുണ്ട്. കണ്ടോ ഇതിന്റെ വില? അതായത് നമ്മുടെ നാട്ടിലെ 16,500 രൂപയാണ് ഈ സാധനത്തിന്. ഈ പ്ലേറ്റ് വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിന് 15,000 രൂപ, 15,500. ഇത് 23,000 രൂപ, 230 പൗണ്ട് കേട്ടോ. കാര്യം മേടിക്കുന്ന എത്ര പൈസ കൊടുത്തു? 500 പൗണ്ട്. എൻ്റെ ദൈവമേ, അതെ ഈ സാധനത്തിന്റെ വില 500 pounds. It's because it's abstract. I know. Abstract art is ഇതൊക്കെ മേടിക്കാനുള്ള ആൾക്കാരുണ്ടേ. ഇവിടുത്തെ ഒരു മെമ്മോറിയൽ. എടി അത് റോഡാണ്. അങ്ങോട്ട് പോ. ഈ സമയമായതുകൊണ്ടാണ് തിരക്ക് വലുതായിട്ടില്ലാത്ത കേട്ടോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പകൽ സമയത്ത്, അന്ന് നമ്മൾ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെയൊക്കെ. ഇങ്ങോട്ട് പോയ മ്യൂസിയം. Don't trust fish. വാ. ബാക്ക്ഗ്രൗണ്ടിൽ സീകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാലുള്ളൊരു ആംബിയൻസ്. ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ബീച്ചിൻ്റെ, നമ്മുടെ കടലിൻ്റെ സൗണ്ടും കേൾക്കാം, അതിൻ്റെ കൂട്ടത്തിൽ ഈ സീകളുടെ സൗണ്ടും കേൾക്കാം. So you have to say
നല്ല വൃത്തിയാന്ന് നോക്കി ഇവിടെയൊക്കെ. ആൾക്കാർ കച്ചറ പോലും ഇടത്തില്ല ഇവിടെ എങ്ങും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാൻ വയ്യ. പക്ഷേ എന്നാലും നമ്മളിവിടെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ബിന്ന് അവിടെ ഇവിടെയൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തിടാം. നല്ല ഷർട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ഡിസൈൻ. ഓ, പുതിയ മോഡലാണെന്ന് തോന്നുന്നല്ലോ ഇങ്ങനത്തെ ഷർട്ട്. ബ്ലൂബെറിയുടെ ഷർട്ട്. മുകളിൽ വീട് കാണുന്നുണ്ടോ? Oh no, it was Rory was letting you go down. പമ്മി നിൽക്കുകയാണ് ഇവിടെ രണ്ടുപേരെ. ഇതൊന്ന് ലോക്കൽസിനെക്കാട്ടും കൂടുതൽ ഇവിടെ ഉള്ളത് ഫോറിനേഴ്സാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്ന് ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലൊക്കെ പോകുന്ന കണക്ക് അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം ഇവിടെ വരും. എന്നിട്ട് അവർ ചൂസ് ചെയ്യുന്ന ഒരു ഫേമസ് ഡെസ്റ്റിനേഷനാണിത്, സെയിൻറ്റ് ഐവ്സ് ഇൻ കോൺവോൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ടതിൽ കൂടുതലും ഫോറിനേഴ്സാണ് കേട്ടോ. ഇംഗ്ലീഷുകാരെല്ലാം അങ്ങോട്ടാണ്. Good time to find them because we've been social since 2021.
ഞാനിതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന കാരണമാണ് ഞാൻ എൻ്റെ ബാക്കിൽ കമൻട്രി പറയാതെ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ വെറുതെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കൊണ്ട് വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടിന്യൂസ് ഞാൻ സംസാരിക്കുന്നത്. നീ ഐസ്ക്രീം ഷോപ്പിൽ Just now. With that. ഫുഡ് തട്ടാൻ വേണ്ടി ഇതാണ് സെയിൻറ്റ് ഐവ്സിലെ മെയിൻ സ്ഥലം കേട്ടോ. പകലൊന്നും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. നല്ല കാലാവസ്ഥ കേട്ടോ. ചൂടുമില്ല, തണുപ്പുമില്ല, കാറ്റുമില്ല, പക്ഷേ നല്ല വെളിച്ചമുണ്ട്. സമയം ഇപ്പോഴും സമയം എത്രയാടി? 7 മണിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ സമ്മർ ടൈം ആയി കഴിയുമ്പോൾ 8-9 മണിയാവും ഇരുട്ടാണ്. മെയ് മാസം തുടങ്ങി ഒരു ഏപ്രിൽ തുടങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം ഒരുപാട് നീളത്തിൽ കിട്ടും നമുക്ക്. അപ്പം അങ്ങനെയുള്ളൊരു സമയമാണ്. അത് കാരണമാണ് നമ്മൾ ധൈര്യമായിട്ട് വന്നത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ കിട്ടത്തില്ലല്ലോ, നല്ലോണം കാണാൻ സ്ഥലങ്ങളൊക്കെ കാണാൻ വെച്ചിട്ട് തന്നെയാണ് ഈ സമയത്ത് വന്നത്. നമ്മൾ ഇത് പ്ലാനിലുള്ള സ്ഥലമേ അല്ല. ടിൻറ്റാജൽ കാസിലായിരുന്നു പ്ലാനിലുള്ളത്. വാട്ട് ഇസ് ദാറ്റ്? നാളെ Look, I got one of these flowers, then I got a white bell, and I tied it around here. And then I pulled off all the other red white bells. അങ്ങ് വരെ പോകാൻ പറ്റും. നമ്മൾ അന്ന് പോയതാ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കുന്നുണ്ടോ? ഓ ഹലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹലോ, നമ്മളൊക്കെ സംസാരിക്കണം. ആരുടെ ഫുഡ് തട്ടാന്ന് നോക്കി ഇരിക്കുകയാണ്. പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് തമ്മിൽ.
സെയിൻറ്റ് ഐവ്സ്. What it says. Why present is called a gift actually? Because present is a gift. Present is a present. അപ്പോൾ ഇതാണ് കോൺവോളിലുള്ള സെയിൻറ്റ് ഐവ്സ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ബീച്ച് ടൗൺ. നല്ല വൃത്തിയുള്ള ടൗണാണ്. സ്റ്റോൺ ഹൗസസ് ആണ് നിറച്ചുകൂടെയൊക്കെ. സ്റ്റോൺ ഹൗസസ്, സ്റ്റോണാണ് മെയിൻലി, സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. That means you like butter. If it doesn't glow, it means you don't like butter. Well, that wasn't a butter. That's a bit silly. No, it's not. ഇവിടെ എന്തോ ഒരു സംഭവം ടൈൽസിൻ്റെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ കാലഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ്. ഇത് സെയിൻറ്റ് ഐവ്സിൻ്റെ മറ്റൊരു വ്യൂ ആണ്. നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴും ഓരോ ഭംഗിയാണ് കേട്ടോ. അതെ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് ടൗണുള്ള ബീച്ചായിട്ടുള്ള ടൗൺ കാണാം. നല്ല കാറ്റുണ്ട്. കാറ്റിൻ്റെ ശബ്ദം ഇതിനകത്ത് വരുന്നുണ്ടെന്ന് അറിയില്ല, എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. Spear, സെയിൻറ്റ് ഐവ്സ്. പിയറിലോട്ട് നമ്മൾ പോകണം കേട്ടോ. The seals in England? എന്ത് ഭംഗിയാന്ന് ഇവിടുത്തെ വെള്ളത്തിന്, എന്താ ഭംഗി. അറിയാം അതിൻ്റെ വീഡിയോ എടുക്കുവാണെന്ന് കേട്ടോ, അതാണ് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് പിയർ. ഇവിടുന്നാണ് ഈ പകൽ സമയത്ത് ബോട്ടൊക്കെ പോകുന്നത് കേട്ടോ, ഈ ഏരിയയിൽ നിന്നാണ്. പക്ഷെ ഇവിടെ നിന്ന് ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മൾ 10 വർഷം മുമ്പ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഉണ്ട് ഇവിടെയൊക്കെ. സംഭവം മനസ്സിലായോ? കക്ക വരുന്ന സംഭവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കണ്ടിട്ടില്ലേ? ഇവിടുന്ന് ബോട്ടുകളിൽ പോയിട്ട് കക്ക വരുന്ന സാധനമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ലോ വാട്ടറിൻ്റെ സമയമാണ്. അതാണ് ചില ബോട്ടുകൾ ഇരിക്കുന്നുണ്ട് മണ്ണിൻ്റെ തിട്ടയിൽ, മണ്ണിലായിപ്പോയി, മണലിലിരിക്കുന്നതാണ് ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ നിറയെ വെള്ളമാവും. ഹൈ വാട്ടർ ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം നിറയെ വെള്ളമാണ്.
യെസ്. That we saw in the distance. ആണോ? On the beach, yeah. അതല്ല മുത്തേത്. Oh no. അല്ലല്ല, അത് അങ്ങാണ്. അത് കാണിച്ചു തരാം, അങ്ങോട്ട് പോയി കാണാം. ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ഹൗസ് ഈ പിയറിൻ്റെ എൻഡിൽ ഒരു ലൈറ്റ് ഹൗസ്. അത് ഇവിടെ വരുന്ന ബോട്ടുകൾക്ക് ഇങ്ങോട്ട് വരാൻ വഴി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത്. രാത്രി സമയങ്ങളിലെ ഈ കക്ക വരാനൊക്കെ പോകുന്നത്. ഒരു ഫിഷിംഗ് ബോട്ട്, അതോ കക്ക വരാൻ പോയ ബോട്ടാണോ എന്തോ. അവരുടെ പകൽ അധ്വാനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടുകളിൽ പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സെയിൻറ്റ് ഐവ്സ്, കോൺവോളിലുള്ള സെയിൻറ്റ് ഐവ്സ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ചെറിയൊരു ഡ്രൈവിന് വേണ്ടി വന്നതാണ്. ഡ്രൈവ് ചെയ്ത് സെയിൻറ്റ് ഐവ്സിൽ എത്തിപ്പെട്ടതാണ്. നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ ഒന്നുകൂടെ വരാമെന്ന് വിചാരിച്ചു. 10 വർഷം മുമ്പ് വന്നിട്ടുള്ള സെയിൻറ്റ് ഐവ്സ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ വന്നതാണ്. പക്ഷേ ഒരു മാറ്റമില്ല കേട്ടോ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.